സ്നേഹത്തിന്റെ നൂലിനാൽ ഇഴയിട്ട ഛായാചിത്രം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലിയോ 14 പാപ്പയ്ക്ക് സമ്മാനിച്ച് കണ്ണൂർ കേളകം സ്വദേശിയായ യുവതി. യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസിയായ പൊക്കത്താനം വീട്ടിൽ ലിയ ജോർജാണ് പാപ്പയ്ക്ക് സ്നേഹം കൊണ്ട് തുന്നിയ ചിത്രം സമ്മാനിച്ചത്. എൻ്റെ പേര് ലിയ ജോർജ്. എൻ്റെ വീട് ഇരിട്ടി ചരളിലാണ്. എൻ്റെ വീട്ടുപേര് കണ്ണൻകുഴിയിൽ. ഇത് എൻ്റെ അനിയനാണ് ജിയോ അച്ഛൻ. ഇതെൻ്റെ ഹസ്ബൻഡ് ജോജി. ഇതെൻ്റെ മോൻ ബേസിൽ. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. മാർപ്പാപ്പയ്ക്ക് എൻ്റെ കൈ കൊണ്ട് ചെയ്ത ഒരു വർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. ഇവൻ്റെ പഠനകാര്യമൊക്കെ നോക്കുന്നതുകൊണ്ട് പുറത്ത് പോയിട്ടുള്ള ജോലിയിലേക്കൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം യൂട്യൂബിൽ നീഡിൽ ആൻഡ് ത്രെഡ് എന്ന് പറഞ്ഞൊരു ചാനലിൽ രാജി അജയ് മാമിൻ്റെ ഒരു ആരി വർക്കിൻ്റെ വീഡിയോ കണ്ടു. അങ്ങനെ ഞാൻ അതിൽ ചേർന്നു. ക്ലാസ്സിൽ അസൈൻമെൻറ്റ് വർക്കുകളും പ്രൊജക്റ്റ് വർക്കുകളും ഒക്കെ തരാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആക്കി സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും ഒക്കെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അങ്ങനെ എൻ്റെ അനിയൻ ജിയോ അച്ഛനും അത് സ്റ്റാറ്റസ് ഇട്ടു. ആ സ്റ്റാറ്റസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ജിയോ അച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ ഒന്നിച്ച് പഠിച്ച കോട്ടയത്തുള്ള എബ്രഹാം ജോൺ അച്ഛൻ ആ വർക്ക് കണ്ടിട്ട് അച്ഛന് ഒരു ബിഷപ്പിൻ്റെയും ഒരു കർദിനാളിൻ്റെയും പിക്ചർ രണ്ടുപേരുടെ അയച്ചു തന്നു. ഇത് പെങ്ങളോടൊന്ന് ചെയ്യാൻ പറയാവോ, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. പേടിച്ചിട്ടാണെങ്കിലും ആ വർക്ക് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പ്രാർത്ഥനയോടെ ആ വർക്കുകൾ രണ്ടും ഞാൻ ഒരു 2 മാസം എടുത്ത് അത് ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ഒന്നും കൂടെ പറയുന്നത്, പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും, അപ്പോൾ ഒരു വർക്കും കൂടെ ചെയ്യാൻ പിന്നെ ഞാൻ തരും, ഒരു പിക്ചറും കൂടെ തരും, അതും കൂടെ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസത്തിൽ എനിക്ക് ആ മാർപ്പാപ്പയുടെ പിക്ചർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഒരാഴ്ചയും കൊണ്ടാണ് ഞാൻ മാർപ്പാപ്പയുടെ ചിത്രം പൂർത്തിയാക്കിയത്. അത് എൻ്റെ ആദ്യത്തെ വർക്ക് തന്നെ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരാളുടെ കൈകളിൽ എത്തിക്കാൻ പറ്റിയതിൽ ഞാനൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. എനിക്ക് ആദ്യം എന്നെ ഈ വർക്ക് ഏൽപ്പിച്ചപ്പം എനിക്ക് ധൈര്യമില്ലായിരുന്നു ചെയ്യാൻ. കാരണം മുൻപ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഞാൻ എന്നെ പഠിപ്പിച്ച മിസ്സിനെ വിളിച്ച് ചോദിച്ചു. അവരുടെ അടുത്തുനിന്ന് കിട്ടിയ ധൈര്യവും പിന്നെ ബ്രദർ, ഹസ്ബൻഡ്, പിന്നെ വീട്ടുകാർ, പപ്പ, അമ്മ, വീട്ടിലുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പ്രാർത്ഥിച്ച് ആണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അതായത് ഒരു ത്രെഡ് വർക്ക് എന്ന് പറയുമ്പം അവരെങ്ങനെയാണ് അതിനെ കാണുന്നത്, ഇത് നമ്മൾ നേരിട്ട് കാണുന്നുമില്ല. അവർക്ക് വേറൊരു അച്ഛനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അവരിത് എങ്ങനെ എടുക്കും, അവർക്കിത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്ത് അവരുടെ കൈകളിൽ എത്തുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു. അവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അച്ഛൻ എന്നോട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വരെ ഞാൻ ടെൻഷനിൽ തന്നെയായിരുന്നു. ഞാൻ ഓർത്തഡോക്സ് സഭാംഗമാണ്. എന്നെ വിവാഹം ചെയ്ത് യാക്കോബായ സഭയിലേക്കാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ സ്വപ്നങ്ങൾക്ക് പുറകെയാണ് പോയത്. എല്ലാവരും നേഴ്സിംഗ് എടുക്കുന്നു, അതുകൊണ്ടെന്നാൽ ഞാനും എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊന്നും കൂടുതൽ മുന്നോട്ട് ഒന്നും നേടാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ വിവാഹ ജീവിതം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ എനിക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ മോനുണ്ട്, അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങും ത്രെഡ് വർക്കുകളും ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നത്. ഓരോ ദിവസവും എനിക്ക് സമയം കിട്ടുന്ന പോലെ കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ടും ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് നേഴ്സാകാൻ പറ്റിയില്ല, പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു, അതിലൊന്നും ആകാൻ പറ്റിയില്ല. ഒന്നും നേടാൻ കഴിയാതെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ നേഴ്സാവുന്നതിനെ കഴിഞ്ഞും ഡോക്ടർ ആവുന്നതിനെ കഴിഞ്ഞുമൊക്കെ എത്രയോ ഒരു മുകളിലാണ് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു വർക്ക് തന്നെ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കരങ്ങളിൽ എത്തുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആൾക്ക് ഈ ഒരു വർക്ക് കിട്ടിയപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ
അപ്പോൾ ഞാൻ പരമാവധി ധൈര്യം കൊടുത്തു, ചെയ്യാൻ പറ്റും. പിന്നെ നല്ല കഴിവാണ്, പടം വരയ്ക്കാനാണേലും പാട്ട് പാടാനാണേലും എല്ലാത്തിലും നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ എനിക്കൊരു 100% തന്നെ ഉറപ്പുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അവളുടെ ഒരു കഴിവ് അതിനകത്ത് മെയിനായിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് വളരെ നന്നായിട്ട് ചെയ്യാനും മാർപ്പാപ്പേൻ്റെ കൈകളിൽ എത്തി. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴും 12 മണി വരെ 1 മണി വരെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റാണേലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ വർക്ക് ചെയ്തു. എൻ്റെയും കൊച്ചിൻ്റെയും അതേപോലെ ഈ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റിയവർക്ക്. എപ്പോഴും പറയും എനിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല, ഞാൻ പഠിച്ചു, കമ്പ്യൂട്ടർ പഠിച്ചു, നഴ്സിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു, ഒന്നും പറ്റിയില്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറയും അത് എപ്പോഴേലും ദൈവം അതിനൊരു ചാൻസ് തരും. ശരിക്കും ഉള്ളിൽ ഉള്ളൊരു കഴിവ് ഇപ്പോഴാണ് പുറത്തെടുക്കാൻ പറ്റിയത്. ആ കഴിവിലൂടെ ഇനി അങ്ങോട്ട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ശരിക്കും ആരി വർക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് ഈ കോഴ്സ് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റാൻഡൊക്കെ വാങ്ങി അങ്ങനെ വർക്ക് തുടരാമെന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വർക്ക് കിട്ടുന്നതും ഇതിലേക്ക് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റാൻഡില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ചെറിയ കസേരയിലേക്ക് ഇരുന്ന് ഭയങ്കര നടുവേദനയൊക്കെ ആയിട്ടാണ് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. Okay, you're doing a video? Yes. Thank you very much for this wonderful work of art, and I share with you the Lord's blessing. Thank you so much. Nandi. ഒരു അനുജൻ എന്ന നിലയ്ക്ക് ഏറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ പെങ്ങളുമായിട്ട് ഞാൻ കുഞ്ഞേച്ചി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞേച്ചിയായിട്ട് 6 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. എൻ്റെ പെങ്ങൾ പറഞ്ഞതുപോലെ അവൾ ചെറുപ്പകാലത്ത് നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ കലാവാസനകളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യത്തിൽ നിർബന്ധിക്കും. ഇപ്പോഴാണ് തൻ്റെ വാസനയെപ്പറ്റി സ്വയം തിരിച്ചറിഞ്ഞതും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മുമ്പോട്ട് കടന്നു വന്നത്. എനിക്ക് തോന്നുന്നത് അളിയൻ്റെയും കൂടി ഒരു നല്ല പ്രോത്സാഹനം അതിനുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ സമയത്ത് അവൾ ചെയ്ത ആദ്യ ഒരു വർക്ക് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കരങ്ങളിലേക്ക് ചെന്നു എന്ന് കണ്ടതിൽ ഒരു വൈദികന് ആയതിൻ്റെ പേരിലും അതോടൊപ്പം അതിലുപരിയായിട്ട് ഒരു അനുജൻ എന്ന രീതിയിലും ഒത്തിരി അധികം സന്തോഷിക്കുന്ന, മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു നിമിഷത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ഓരോ വർക്കുകൾ അവൾ ചെയ്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാനത് അയച്ചു തരുമ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ആയിട്ടിടും. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടുകളിലൊക്കെ അത് ഷെയർ ചെയ്യും. എൻ്റെ കൂടെ സെമിനാരിയിൽ 2018-22 വർഷത്തിലാണ് ഞങ്ങൾ കോട്ടയം പഴയ സെമിനാരിയിലാണ് പഠിച്ചത്. കോട്ടയം പഴയ സെമിനാരിയിൽ എൻ്റെ സഹപാഠിയായിരുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം ജോൺ അച്ഛൻ അത് കാണുകയും അച്ഛൻ എന്നെ വിളിക്കുകയും ചെയ്തു. അച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് ഇതുപോലെ ഒരു 2 വർക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. കാരണം അവരുടെ പേഴ്സണലായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ മാൾട്ടയിലാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. അവിടെയുള്ള മാൾട്ടയിലെ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ കാർദിനാലിൻ്റെയും ഒരു ഫോട്ടോയാണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെങ്ങളോടത് അറിയിച്ചപ്പോൾ അവൾക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനത് ചെയ്താൽ ശരിയാവുമോ, ഒരാളുടെ പിക്ചറാണ് ചെയ്യുന്നത്, ആളുടെ മുഖം അതുപോലെ തന്നെ വന്നില്ലല്ലോ, അത്രയും വലിയ ആൾക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ. ആദ്യത്തെ 2 വർക്ക് എനിക്ക് അയച്ചു തന്നു. ഞാനത് അദ്ദേഹത്തിന് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, ഈ 2 പേരിൽ ഒരാൾ ചിലപ്പോൾ മാർപ്പാപ്പ ആയേക്കാമെന്ന് അദ്ദേഹം പിന്നെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വരുന്നതും പുതിയ മാർപ്പാപ്പേനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചു, എനിക്ക് മാർപ്പാപ്പേനെ കാണാനായി ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങളുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ ദിവന്യാസ്യൂസ് തിരുമേനിയോടൊപ്പം അച്ഛൻ പോകുന്നുണ്ട് എന്നൊരു വാർത്ത എന്നെ അറിയിക്കുകയും പാപ്പേനെ കാണുമ്പോൾ പെങ്ങൾ ചെയ്ത ആ വർക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ വളരെ ഭംഗിയായിട്ട് അത് ചെയ്ത് നൽകി. കൃത്യമായിട്ട് അവരത് പാക്ക് ചെയ്ത് ബഹുമാനപ്പെട്ട അച്ഛന് കൊടുക്കുകയും അച്ഛനും കൃത്യസമയത്ത് ദൈവഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ തിരുമേനിയോടൊപ്പം പരിശുദ്ധ പിതാവിനെ കാണുവാനും അത് സമർപ്പിക്കുവാനും കഴിഞ്ഞു. ഇപ്പോൾ പോപ്പിൻ്റെ അടുത്ത് ഉള്ള ഒത്തിരി വലിയ ആൾക്കാർ കൊടുത്ത സമ്മാനങ്ങളോടൊപ്പം എൻ്റെ പെങ്ങൾ കൊടുത്ത ആ ഒരു സമ്മാനവും ഇരിക്കുന്നു എന്നറിയുന്നതിൽ ഏറ്റവും അധികം സന്തോഷവാനായിട്ട് ഞാനിപ്പോൾ ഇരിക്കുകയാണ്.
ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണെന്ന് പറഞ്ഞ ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ബത്തേരി ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. എൻ്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ സഹോദര സഭയായ യാക്കോബായ സഭയിലേക്കാണ്. അവിടെ നിന്നും ഞങ്ങൾ ഒരുമിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും എല്ലാം ഒരു വലിയ ദൈവത്തിൻ്റെ നിയോഗമായിട്ട് കാണുകയാണ്. പങ്കുവെക്കപ്പെടുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് പോലെ ഒരു സ്നേഹം പങ്കുവെക്കുന്ന ഒരനുഭവമായിട്ട് അതിനെ കാണുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടി പരിശുദ്ധ പിതാവ് അതിനെ സ്വീകരിച്ചു എന്ന് കേട്ടതിലും ഒരു സ്നേഹത്തിൻ്റെ മഹത്തരമായ പങ്കുവെക്കലിൻ്റെ ഒരു അനുഭവം ഞങ്ങളിലൂടെ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴും ഏറ്റവും അധികം അഭിമാനത്തോടു കൂടി ആയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ കുഞ്ഞുനാൾ മുതലേ ഈ വൈദിക വൃത്തിയിലേക്ക് വന്നത് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വളരെയധികം സപ്പോർട്ട് കൊണ്ടാണ്. എൻ്റെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയും എൻ്റെ കൂടപ്പിറപ്പിൻ്റെ എൻ്റെ ചേച്ചിയുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ വലിയൊരു കാര്യം പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ കൃപയോടുകൂടി പറയാനായിട്ടുള്ളത്, ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 8 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞ് ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിനുവേണ്ടി ഒത്തിരി തവണ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഇവരിയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിൽ ഞങ്ങൾ ഇടയ്ക്ക് ഈ പ്രശസ്തമായിട്ടുള്ള പള്ളികളിലേക്കൊക്കെ തീർത്ഥാടന യാത്ര ഓരോ വർഷത്തിലുമൊക്കെ ചെയ്യുന്നതാണ്. അത് ഇന്ന സഭകളെന്നൊന്നുമില്ല, എല്ലാ പള്ളികളിലും പരുമലയിലും മലയാറ്റൂരും അതുപോലെ മണർകാടും വല്ലാർപാടത്തും അങ്ങനെ ഒത്തിരി പള്ളികളിലൊക്കെ വർഷത്തിലൊന്ന് ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ പെങ്ങളിങ്ങനെ കല്ലുകളൊക്കെ എടുത്ത് മുട്ടിൽ വെച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് കണ്ട് എനിക്ക് ഒത്തിരി സങ്കടം വന്നൊരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. അതൊരു കുഞ്ഞുണ്ടാവണം എന്നൊരു വിശ്വാസത്തിന് പുറത്ത് അപ്രകാരം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരിയധികം സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 8 വർഷത്തിന് ശേഷം ഒരു വലിയ സന്തോഷമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ ബേസിൽ എന്ന് പറഞ്ഞ കുഞ്ഞ് കടന്നു വരികയും അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കൂടി ഇതിനെ ഞാൻ ചേർത്ത് വായിക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കുക. വർക്ക് ചെയ്യാൻ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേരെ പ്രോത്സാഹനമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പിന്നെ സ്ഥലത്തൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പറയുമ്പം അവരുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തരാനും, പിന്നെ എൻ്റെ ബ്രദർ ഓരോ ദിവസവും വിളിച്ച് ധൈര്യമായിട്ട് ചെയ്യേ, നിന്നെ കൊണ്ട് പറ്റും, മറ്റു വർക്കുകളൊക്കെ ചെയ്തത് നീയല്ലേ, പേടിക്കാതെ ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയാനും, പിന്നെ എൻ്റെ പപ്പയും അമ്മയും വീട്ടിൽ നിന്നാണെങ്കിലും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോ. പിന്നെ ഇവിടെയുള്ള എല്ലാവരും, അച്ചാച്ചയും മമ്മിയും, പിന്നെ മോനാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും, അമ്മ അത് ശരിയായിട്ടില്ല, വേറെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിലും അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു തരുകയും അത് നോക്കി നിൽക്കുമോ. രാത്രി ഉള്ള സമയത്തൊക്കെ എനിക്ക് ആ വർക്ക് ചെയ്യാൻ ഒക്കെ ഈ വീട്ടിലുള്ളവരും എല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ കോഴ്സിൽ തന്നെ പരിചയപ്പെട്ടതാണ്. ഇതിന് മുന്നേ ഒരു സ്റ്റിച്ചിങ് ഓൺലൈൻ കോഴ്സിൽ ഞാനുണ്ടായിരുന്നു, അപ്പോൾ പരിചയപ്പെട്ടതാണ്. എറണാകുളത്ത് അവളുടെ വീട് ജോസ്മി എന്ന് അവളുടെ പേര്. അപ്പോൾ അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, ഇങ്ങനെയൊരു അവസരം ഏറ്റവും വലിയ ദൈവാനുഗ്രഹമല്ലേ, അപ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തവരിൽ അവളും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്തു തന്ന എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി